ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ടാക്സിൻ്റെ 2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രോബ്ലംസ് ആണ്. നമുക്ക് പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ശ്രീ അമിതാഭ് ബച്ചൻ, ആൻ ഇന്ത്യൻ സിറ്റിസൺ, വെൻറ്റ് ടു അമേരിക്ക ഓൺ 1st April 2021 ഫോർ എ ഫിലിം ഷൂട്ടിംഗ്. അതായത് അമിതാഭ് ബച്ചൻ ഇന്ത്യൻ സിറ്റിസൺ ആണ്. അദ്ദേഹം ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് 1st April 2021 പോയി. ഡ്യൂ ടു ഇൽ ഹെൽത്ത് ഹി ഹാഡ് ടു സ്റ്റേ ദെയർ ജസ്റ്റ് ആഫ്റ്റർ ഷൂട്ടിംഗ്. അതായത് ആരോഗ്യ സംബന്ധമായിട്ടൊരു പ്രശ്നമുള്ളതിനാൽ അദ്ദേഹം ഷൂട്ടിങ്ങിന് ശേഷം അവിടെ സ്റ്റേ ചെയ്തു. ഹി കെയിം ബാക്ക് ടു ഇന്ത്യ ഓൺ 25th September 2021. അതിനുശേഷം അദ്ദേഹം സെപ്റ്റംബർ 25, 2021 തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. ഹി ഹാഡ് ടു ഗോ അഗെയിൻ ഓൺ 8th December 2021. അദ്ദേഹം വീണ്ടും അമേരിക്കയ്ക്ക് പോയി 8th December 2021 ആൻഡ് റിട്ടേൺ ടു ഇന്ത്യ ഓൺ 15th February 2022. ഡിസംബറിൽ പോയിട്ട് അദ്ദേഹം വരുന്നത് ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി 15 തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. ഈസ് ശ്രീ അമിതാഭ് ബച്ചൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2022-23. അദ്ദേഹം റെസിഡൻ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് സൊല്യൂഷൻ നോക്കാം. നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ അദ്ദേഹം ബേസിക് കണ്ടീഷൻ അതേപോലെ തന്നെ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ആദ്യം നമുക്ക് ബേസിക് കണ്ടീഷൻ നോക്കാം. സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ 182 days ഓർ മോർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അതായത് പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ 182 ദിവസം സ്റ്റേ ചെയ്തിരിക്കണം. സെക്കൻഡ്, സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ 60 days ഓർ മോർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ആൻഡ് 365 days ഓർ മോർ ഡ്യൂറിങ് ദ 4 preceding പ്രീവിയസ് ഇയർ. അതായത് പ്രീവിയസ് ഇയറിൽ 60 ദിവസവും പ്രീവിയസ് ഇയറിന് തൊട്ട് പുറകിലുള്ള 4 വർഷം എടുത്താൽ 365 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഈ ബേസിക് കണ്ടീഷൻസ് ഒന്നെങ്കിലും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ നമുക്ക് റെസിഡൻ്റ് എന്ന് പറയാം. ഈ ബേസിക് കണ്ടീഷൻസ് ഒന്നും തന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നോൺ റെസിഡൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നോക്കാം. അസസ്മെൻറ്റ് ഇയർ 2022-23. അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ 2021-22. അതായത് 1st April 2021 to 31st March 2022. ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ വായിച്ചതാണ്. അമിതാഭ് ബച്ചൻ ഇന്ത്യൻ സിറ്റിസൺ ആണ്. അദ്ദേഹം അമേരിക്കയ്ക്ക് പോയിരിക്കുന്നത് 1st April 2021. ദെൻ റിട്ടേൺ ടു ഇന്ത്യ 25th September 2021. അതായത് 1st April 2021 മുതൽ 24th September 2021 വരെ അദ്ദേഹം ഇന്ത്യക്ക് പുറത്തായിരുന്നു. അതായത് 25 സെപ്റ്റംബറിനാണ് അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം 8th December വീണ്ടും അമേരിക്കയ്ക്ക് പോയി. അതുകൊണ്ട് തന്നെ 7th December വരെ അദ്ദേഹം ഇന്ത്യയിലുണ്ടായിരുന്നു. അതായത് 25th September 2021 മുതൽ 7th December 2021 വരെ അദ്ദേഹം ഇന്ത്യയിലുണ്ടായിരുന്നു. അതേപോലെ ഡിസംബർ 8 പോയിട്ട് അദ്ദേഹം February 15 ആണ് തിരിച്ചു വരുന്നത്. അങ്ങനെയാണെങ്കിൽ December 8 മുതൽ February 14 വരെ ഇന്ത്യക്ക് പുറത്തായിരുന്നു. ഈ ക്വസ്റ്റ്യൻ്റെ സമ്മറിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം, അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പീരീഡ് എന്ന് പറയുന്നത് 25th September 2021 to 7th December 2021. അതേപോലെ തന്നെ 15th February 2022 to 31st March 2022. ഇനി നമുക്ക് ഈ ഒരു കാലയളവിൽ അദ്ദേഹം എത്ര ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. ഫ്രം 25th September 2021 to 7th December 2021. ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയമാണ്. സെപ്റ്റംബറിൽ 6 days, ഒക്ടോബറിൽ 31 days, നവംബറിൽ 30 days ആൻഡ് ഡിസംബറിൽ 7 days. ടോട്ടൽ വരുമ്പോൾ 74 days ആണ് അദ്ദേഹം ആ ഒരു പീരീഡ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം December 8 പോയിട്ട് തിരിച്ചു വരുന്ന February 15 ആണ്. അപ്പോൾ February 15 മുതൽ March 31 വരെയുള്ള പീരീഡ് എന്ന് പറയുമ്പോൾ ഫെബ്രുവരിയിൽ 14 days-ഉം മാർച്ചിൽ 31 days-ഉമാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു പീരീഡിൽ 45 days ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രീവിയസ് ഇയറിൽ ടോട്ടൽ സ്റ്റേ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് 74 + 45 days ആണ്. ദാറ്റ് ഈസ് 119 days.
ഇനി നമുക്ക് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം റെസിഡൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കാം. അതായത് പ്രീവിയസ് ഇയർ 2021-22 അദ്ദേഹം ആകെ 119 ഡേയ്സ് ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ബേസിക് കണ്ടീഷനിലെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണമെന്നാണ്. പക്ഷെങ്കിൽ ആകെ 119 ദിവസമേ അദ്ദേഹം ഇന്ത്യയിലുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി നമുക്ക് സെക്കൻഡ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സും അതേപോലെ തന്നെ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് പുറകിലുള്ള 4 വർഷം എടുത്താൽ 365 ദിവസം ഇന്ത്യയിലുണ്ടോ എന്നുള്ളത് നോക്കാം. പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് പുറകിലുള്ള 4 വർഷത്തെ ഡീറ്റെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അത് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്തെടുക്കാം ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സും ഉണ്ട്. അതിന് തൊട്ട് പുറകിലുള്ള 4 വർഷത്തെ കാര്യം നമ്മൾ ജസ്റ്റ് ഒരു അസംഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് രീതിയിൽ എടുത്താൽ അദ്ദേഹം ബേസിക് കണ്ടീഷനിലെ രണ്ടാമത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് വരും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ നമുക്ക് റെസിഡൻ്റ് എന്ന് വിളിക്കാം. Next question, compute the annual value of the house in the following case. Expected rent rupees 1 lakh, house let out at the rate of rupees 10,000 per month, house tax paid by owner rupees 9,000, house remain vacant for 1 month. Compute annual value. അതായത് ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് റെൻറ്റ് റുപ്പീസ് 1 lakh, അതേപോലെ തന്നെ ഹൗസ് ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് 10,000 ആണ് പെർ മന്ത്. അപ്പോൾ ഒരു വർഷം വരുമ്പോൾ 1,20,000 വരും. പക്ഷെങ്കിൽ ഒരു മാസം ഹൗസ് വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. അങ്ങനെ വരുമ്പം ആകെ 1,10,000 ആണ് ആക്ച്വൽ റെൻ്റായിട്ട് വരിക. അതേപോലെ ടാക്സ് ആയിട്ട് 9,000 പേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഗ്രോസ് ആനുവൽ വാല്യൂ ഈക്വൽ ആക്ച്വൽ റെൻറ്റ് ഓർ എക്സ്പെക്റ്റഡ് റെൻറ്റ് വിച്ച് എവർ ഈസ് മോർ. അതായത് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ റെൻറ്റും എക്സ്പെക്റ്റഡ് റെൻറ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അതിലെ ഹയർ വാല്യൂ ആണ് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇതിനൊരു എക്സംഷൻ ഉണ്ട്. ഹൗസ് വേക്കൻ്റ് ആണെങ്കിൽ ആക്ച്വൽ റെൻറ്റ് തന്നെയായിരിക്കും GAV ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ എക്സ്പെക്റ്റഡ് റെൻറ്റ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 1 lakh ആണ് എക്സ്പെക്റ്റഡ് റെൻറ്റ്. ആക്ച്വൽ റെൻറ്റ് 10,000 × 11 months. 1 month വേക്കൻ്റ് ആണ്. അതുകൊണ്ട് 1,10,000 ആണ് ആക്ച്വൽ റെൻറ്റ് വരുന്നത്. GAV എന്ന് പറയുമ്പോൾ ആക്ച്വൽ റെൻറ്റും എക്സ്പെക്റ്റഡ് റെൻറ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അതിലെ ഹയർ വാല്യൂ ആണ് എടുക്കുന്നത്. എന്നാൽ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് ആക്ച്വൽ റെൻറ്റ് തന്നെയായിരിക്കും GAV ആയിട്ട് എടുക്കുക. ഇവിടെ എക്സ്പെക്റ്റഡ് റെൻറ്റ് 1 lakh ആണ് തന്നിരിക്കുന്നത്. ആക്ച്വൽ റെൻറ്റ് വരുമ്പോൾ 1,10,000 വരും. ഹയർ വാല്യൂ ആക്ച്വൽ റെൻ്റ് ആണ്. അതുമാത്രമല്ല വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് GAV ആയിട്ട് ട്രീറ്റ് ചെയ്യുക ആക്ച്വൽ റെൻറ്റ് തന്നെയാണ്. ദാറ്റ് ഈസ് 1,10,000. അതിൽ നിന്ന് നമ്മൾ മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്യുക. 9,000 ലെസ് ചെയ്ത് കഴിയുമ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ ആയിട്ട് 1,01,000 ആണ് വരിക. Next question, from the following figures you are required to compute the depreciation admissible for the plant and machinery, if any, in respect of the previous year relevant to the assessment year. അതായത് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്നത് ബിസിനസ് ഹെഡിലാണ്. ഇവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ ആയിട്ട് തന്നിരിക്കുന്നത് 2,50,000 ആണ്. അഡീഷൻ ഡ്യൂറിങ് ദ ഇയർ, അതായത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 3 lakh ആണ്. സെയിൽസ് വരുന്നത് 6 lakh. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. റിട്ടേൺ ഡൗൺ വാല്യൂ, അതായത് ഓപ്പണിംഗ് വാല്യൂ എന്ന് പറയുന്നത് 2,50,000 പ്ലസ് അഡീഷൻ, അതായത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 3 lakh. ദെൻ 5,50,000 ആണ് റിട്ടേൺ ഡൗൺ വാല്യൂ ക്ലോസിംഗ് എമൗണ്ട് ആയിട്ട് വരിക. അതിൽ നിന്ന് സെയിൽ ലെസ് ചെയ്യുമ്പോൾ 6 lakh ലെസ് ചെയ്യുക. നമുക്ക് ലഭിക്കുന്നത് 50,000 ആണ്. അതായത് 5,50,000 മൂല്യമുള്ള അസറ്റ് നമ്മൾ വിൽക്കുന്നത് 6 lakhനാണ്. അതായത് 50,000 നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിനാണ്. ആ ഗെയിനെ നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. Next question, Mr. P owns a residential house at Agra which he acquired in May 2019 for rupees 2,96,000. He sells the house for rupees 35 lakhs on 18th August of the previous year. He purchased a residential house at Kanpur on 14th February of the previous year for rupees 20 lakh. Compute the amount of capital gain chargeable to tax. അതായത് മിസ്റ്റർ പിക്ക് ഒരു റെസിഡൻഷ്യൽ ഹൗസ് ആഗ്രയിലുണ്ടായിരുന്നു. അദ്ദേഹം മെയ് 2009 അത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 2,96,000 ആയിരുന്നു അന്നത്തെ അതിൻ്റെ വില.
ആ ഹൗസ് അദ്ദേഹം പ്രീവിയസ് ഇയർ 35 lakhs-നാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ആ എമൗണ്ട് ഉപയോഗിച്ച് അതിലൊരു 20 lakhs സ്പെൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം പുതിയ ഒരു റെസിഡൻഷ്യൽ ഹൗസ് കാൻപൂരിൽ പർച്ചേസ് ചെയ്തു. ക്യാപിറ്റൽ ഗെയിൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തിരിക്കുന്നത് 2009-ലാണ്, സെയിൽ ചെയ്തിരിക്കുന്നത് 2021-22 ആ ഒരു പീരീഡിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനായിട്ട് ട്രീറ്റ് ചെയ്യാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആകുമ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷനെ ഇൻഡെക്സ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 2009-10 വരുന്നത് 148-ഉം അതേപോലെ 2021-22 317-ഉമാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് സെയിൽ പ്രൈസ് എഴുതുക 35 lakhs. സെയിലിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യുക. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ്, അതായത് 2,96,000 ആണ് അക്വിസിഷൻ പ്രൈസ്. അതിനെ ഇൻഡെക്സ് ചെയ്യുക. 2,96,000 ഇൻറ്റു 317 divided by 148, that is 6,33,243. സെയിൽ വാല്യൂവിൽ നിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ലെസ് ചെയ്ത് കഴിയുമ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ലഭിക്കും 28,66,757. അതിൽ നിന്ന് എക്സംഷൻസ് ലെസ് ചെയ്യുക, അതായത് പുതിയ ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്ന എമൗണ്ടിന് നമുക്ക് എക്സംഷൻ ലഭിക്കും. അതായത് ഇവിടെ അദ്ദേഹം 20 lakhs സ്പെൻഡ് ചെയ്തിട്ടാണ് പുതിയ ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സെക്ഷൻ 54 പ്രകാരം 20 lakhs-ന് എക്സംഷൻ ലഭിക്കും. അതായത് 28,66,757 നിന്ന് സെക്ഷൻ 54-ന്റെ എക്സംഷൻ എന്ന് പറയുന്നത് 20 ലക്ഷം. ആ 20 ലക്ഷം ലെസ് ചെയ്ത് കഴിയുമ്പം ടാക്സബിൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 8,66,757 ആണ്. Next question, Mr. Prakash retired in September 2021 after having put in 42 years of service in a company. His average salary for 10 months preceding September 2021 is rupees 50,000 per month. He receives a gratuity of rupees 12,50,000. Compute his taxable amount of gratuity. അതായത് മിസ്റ്റർ പ്രകാശ് എന്ന ആൾ 2021-ലാണ് റിട്ടയർ ആയത്. 42 വർഷത്തെ സർവീസിന് ശേഷമാണ് അദ്ദേഹം റിട്ടയർ ആയിരിക്കുന്നത്. അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് 50,000 ആണ് പെർ മന്ത് വരുന്നത്. അദ്ദേഹത്തിന് ഗ്രാറ്റുവിറ്റി ആയിട്ട് ലഭിച്ചിരിക്കുന്നത് 12,50,000 രൂപയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടാക്സബിൾ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇവിടെ ക്വസ്റ്റ്യനകത്തിൽ അദ്ദേഹം ഗ്രാറ്റുവിറ്റി ആക്റ്റിൽ കവർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്തിട്ടില്ല. എന്നാൽ ഗ്രാറ്റുവിറ്റി ആക്റ്റിൽ കവർ ചെയ്യാത്തതിൻ്റെ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനകത്തിൽ ആവറേജ് സാലറി നമുക്ക് കാണേണ്ടതായിട്ട് വരുന്നുണ്ട് ആ ഒരു ഫോർമുലയ്ക്കകത്തിൽ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ആവറേജ് സാലറി തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒരു അസംഷനിൽ എടുക്കാം ഇദ്ദേഹം നോട്ട് കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 വരുന്നതാണെന്നുള്ളത്. നമുക്ക് നോക്കാം ഇതിൻ്റെ സൊല്യൂഷൻ. ലിസ്റ്റ് ഓഫ് ദ ഫോളോവിങ് ഈസ് എക്സംപ്റ്റ്. ഫസ്റ്റ് എമൗണ്ട് നമ്മൾ എടുക്കേണ്ടത് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ആണ്. ഇവിടെ 12,50,000 ആണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഗ്രാറ്റുവിറ്റി. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആവറേജ് സാലറി ഇൻറ്റു 1/2 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്, ദാറ്റ് ഈസ് 50,000 ഇൻറ്റു 1/2 ഇൻറ്റു 42, ദാറ്റ് ഈസ് 10,50,000 ആണ് സെക്കൻഡ് കണ്ടീഷനിൽ വരുന്ന എമൗണ്ട്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റാണ്, ദാറ്റ് ഈസ് 20 lakh. ഇനി നമുക്ക് ടാക്സബിൾ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി കാണാം. അതായത് ലീസ്റ്റ് എമൗണ്ടിന് നമുക്ക് എക്സംഷൻ ലഭിക്കും. അതായത് ഈ 3 എമൗണ്ടിൽ ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 10,50,000 ആണ്. Therefore, taxable amount of gratuity equal actual amount of gratuity received minus least amount of gratuity, that is 2 lakh.